എൻ്റെയും കുഞ്ചുൻ്റെയും ജോർദാൻ ട്രിപ്പ് ഈ 3 മിനിറ്റിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാം. ദുബായ് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഹെൽത്തി ഫുഡുകളൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ജോർദാനിൽ ലാൻഡ് ചെയ്തു ഗൈസ്. ജോർദാനിലുള്ള അമ്മാൻ എയർപോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ വന്നിറങ്ങി. ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തെ വണ്ടി റെന്റിന് എടുക്കലാണ് ഗൈസ്. അതാവുമ്പോൾ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി. രാത്രിയാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അന്ന് എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോർദാനിലെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫലാഫൽ, മുത്തബൽ, ബീൻസ് വിത്ത് മീറ്റ്, ഹുമ്മൂസ് വിത്ത് മീറ്റ്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെയും കുഞ്ചുൻ്റെയും കൺട്രോൾ. അതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ മാറ്റി വെച്ച് ജോർദാനിലെ ഒരു സ്വീറ്റിനെ പോലും ഞങ്ങൾ വെറുതെ വിട്ടു. ഈ സ്വീറ്റിൻ്റെ ഒന്നും പേരും നാളൊന്നും അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ ജോർദാനിലെ സ്ട്രീറ്റുകളിൽ കൂടെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്ന് നേരെ ഡെഡ് സീ കാണാനുള്ള പോക്കാണ് ഗൈസ്. ഡെഡ് സീയുടെ സൈഡിലുള്ള മണ്ണിന്റെ അവസ്ഥയാണ് ഗൈസ് ഈ കാണുന്നത്. ഉപ്പും മണ്ണും കൂടെ കട്ട പിടിച്ച്. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും എനിക്കൊരു പണി കിട്ടി ഗൈസ്. നല്ല ഷാർപ്പാണ്. നോക്ക്, നല്ല ഷാർപ്പാണ്. കൈയും പൊട്ടിയതാ. പക്ഷെ ഡെഡ് സീയുടെ ലുക്ക് കണ്ടപ്പോഴേക്കും കൈ പൊട്ടിയതൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഡെഡ് സീയിലൊക്കെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി ഈ യാത്ര എവിടേക്കാണെന്നറിയോ? നമ്മുടെ വാദി റമ്മിലേക്ക്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ വാദി റമ്മിലും എത്തി. വർഷങ്ങൾക്ക് മുമ്പ് വാദി റം കടലിനടിയിലായിരുന്നു എന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലകളുടെ മുകളിൽ നിന്ന് കിട്ടിയ ഷാർക്കിന്റെ പല്ലുകളാണിത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3-നെയും അടുത്ത് കണ്ടു ഗൈസ്. അങ്ങനെ രാവിലെ ആയപ്പോഴാണ് ഗൈസ് വാദി റമ്മിന്റെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് ഞാൻ കണ്ടത്. വാദി റമ്മിലെ മെയിൻ ആക്ടിവിറ്റിയാണ് ഡെസേർട്ട് സഫാരി. ഈ വണ്ടിയിലാണ് നമ്മൾ അവർ ഡെസേർട്ട് സഫാരിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് മൂവീസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, പിന്നെ പലതരത്തിലുള്ള മലകൾ, ഇതൊക്കെ നമുക്ക് വാദി റമ്മിൽ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആ ഒരു എൻ്റെയർ ഏരിയയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ ചെറിയ പേടിയുണ്ട്. വാദി റമ്മിലെ സ്റ്റേയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നല്ലേ? ഞാനും കുഞ്ചും കൂടെ ഈ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മല കയറുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള പെട്ര കാണാനാണ് ഗൈസ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇത്രയൊക്കെ കണ്ടിട്ടും ഞാനും കുഞ്ചും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാത്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല.